Dear students, welcome all of you once again to English language teaching classes. In this series of videos, you're watching and listening to various parts of the paper English language teaching, which is a compulsory paper for semester 5 BA English and Communicative English. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, BA ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന കോഴ്സിൻ്റെ അഞ്ചാം സെമസ്റ്ററിലെ പേപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന പേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ വീഡിയോ സീരീസിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. This video is based on the grammar translation method. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് മെത്തേഡിനെ പറ്റി മനസ്സിലാക്കി തരാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. Before you start watching this video, please watch the videos that were created before on this particular paper. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ വീഡിയോയായിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്നത് കാണുക. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അപ്രോച്ചസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ആണ് അനലൈസ് ചെയ്തത്. അതിൽ കൂടെ അപ്രോച്ചുകൾ, മെത്തഡുകൾ, ടെക്നീക്സുകൾ, ടീച്ചിങ് അപ്രോച്ചസ്, ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ടീച്ചിങ് ടെക്നീക്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ടൈപ്സ് ഓഫ് അപ്രോച്ചസ് നമ്മൾ മനസ്സിലാക്കി. പല തരത്തിലുള്ള അപ്രോച്ചുകൾ മനസ്സിലാക്കി. ആ അപ്രോച്ചുകളെ നമ്മൾ പ്രധാനമായും രണ്ടായി തിരിക്കാമെന്ന് മനസ്സിലാക്കി. ട്രഡീഷണൽ അപ്രോച്ച് എന്നും മോഡേൺ അപ്രോച്ചസ് എന്നും മനസ്സിലാക്കി. അതുപോലെ അപ്രോച്ചുകളെ നമുക്ക് വേറൊരു രീതിയിലും കാണാമെന്ന് മനസ്സിലാക്കി. അത് ടീച്ചർ സെൻറ്റേഡ് അപ്രോച്ചും സ്റ്റുഡൻറ്റ് സെൻട്രിക് അപ്രോച്ചസും ആയിട്ട് രണ്ടായിട്ട് തരം തിരിക്കാമെന്ന് മനസ്സിലാക്കി. സോ പ്ലീസ് ഗോ ബാക്ക് ടു ദോസ് വീഡിയോസ് ബിഫോർ യു വാച്ച് ദിസ് ടു ഹാവ് എ ക്ലിയർ വ്യൂ ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, പർട്ടിക്കുലർലി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതുകൊണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ പ്രീവിയസ് വീഡിയോസ് കാണുക. ശേഷം ഈ വീഡിയോയിലേക്ക് കടന്നു വരിക. സോ വി ഹാവ് അനലൈസ്ഡ് അപ്രോച്ചസ്, വേരിയസ് അപ്രോച്ചസ് ഇൻ English language teaching. Now we are going to start teaching methods. So the first and the earliest teaching method was, or the first and the oldest teaching method is the grammar translation method. വളരെ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ആരംഭ ഇംഗ്ലീഷ് ഭാഷയുടെ അധ്യാപനത്തിങ്കൽ ആദ്യമായി പ്രയോഗിച്ച അപ്രോച്ച് ഒരു മെത്തേഡാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ആസ് യു ക്യാൻ സീ ഓൺ ദ പിക്ചർ, books, old books are there and the old specs are there. That means this was the oldest teaching method for English language teaching. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അധ്യാപനം അത് തുടങ്ങിയ കാലഘട്ടത്തിൽ
ഉപയോഗിച്ച ഒരുപക്ഷെ ഇന്നും നമ്മൾ കുറേശ്ശെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തഡ്. Obviously, any teacher goes to the classroom for teaching English, he or she has to follow a particular method. And sometimes we use this particular method for teaching English language. So this method has another name, that is traditional approach. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കണ്ടു എന്താണ് അപ്രോച്ചസിനെ നമുക്ക് രണ്ടായി തരം തിരിക്കാം. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ചസ് എന്നും രണ്ട് മോഡേൺ അപ്രോച്ചസ് എന്നും. ട്രഡീഷണൽ അപ്രോച്ചസ് തന്നെ ഒരുപാട് മെത്തേഡുകളുണ്ട്. മോഡേൺ അപ്രോച്ചസിൽ കുറേ മെത്തേഡുകളുണ്ട്. പിന്നെ ഒരു കാറ്റഗറിയാണല്ലോ സ്റ്റുഡൻറ്റ് സെൻട്രിക് അപ്രോച്ചും അതുപോലെ ടീച്ചർ സെൻട്രിക് അപ്രോച്ചും. സോ നമുക്ക് മനസ്സിലാക്കാം ഇത് സ്റ്റുഡൻറ്റ് സെൻട്രിക് അപ്രോച്ചാണോ ടീച്ചർ സെൻട്രിക് അപ്രോച്ചാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. The presentation of this particular method includes these following details. First of all, we will see an introduction about this particular method. Then grammar translation method, in short form it can be written GTM by using applied linguistics. Then what are the principles of grammar translation method? തത്വങ്ങൾ. ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ ഏതൊരു ടീച്ചിങ് മെത്തേഡ് പഠിപ്പിക്കുമ്പോഴും അതിന് പിന്നിലുള്ള തത്വങ്ങളുണ്ട്. പ്രിൻസിപ്പിൾസ്, ലാംഗ്വേജ് ടീച്ചിങ് പ്രിൻസിപ്പിൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. Then what about teaching English language through GTM? Grammar translation method ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. So then general discussion we will make on grammar translation method, then recent studies on grammar translation methods, and any innovations are there. Recently some innovative things are introduced in grammar translation method. We will see that also. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന വീഡിയോ പല പാർട്ടുകളായിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതതിലെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വിൽ ബി ഫോളോഡ് ബൈ ദ സെക്കൻഡ് പാർട്ട്. സോ വി വിൽ കംപ്ലീറ്റ് ദിസ് പർട്ടിക്കുലർ മെത്തേഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. കണ്ടിന്യൂ വാച്ചിങ് ഓൾ ദ പാർട്സ് ആൻഡ് ദെൻ you will have a clear understanding about grammar translation method. So this is going to be the end of this part. This part will be followed by the second one.